വയനാട് പുനരധിവാസത്തിൽ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നത് നിർത്താൻ സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി. ആരെയാണ് വിഡ്ഢികളാക്കാൻ നോക്കുന്നതെന്ന് കോടതി. കേന്ദ്രത്തോട് സഹായം ചോദിക്കുമ്പോൾ കൃത്യമായ കണക്ക് വേണം. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിനെക്കുറിച്ച് വ്യക്തത ആവശ്യപ്പെട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സർക്കാർ വെട്ടിയ ഭാഗങ്ങൾ പുറത്തുവിടില്ല. ഒരു പരാതി കൂടി കിട്ടിയതിനാൽ തീരുമാനം നീട്ടി വിവരാവകാശ കമ്മീഷൻ. സ്വകാര്യ വിവരങ്ങൾ പുറത്തുവിടരുതെന്ന് പരാതി. നവീൻ ബാബുവിന്റേത് തൂങ്ങിമരണം. പരിക്കുകളില്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് ഹൈക്കോടതിയിൽ സർക്കാരിന്റെ സത്യവാങ്മൂലം. സർക്കാർ കോടതിക്ക് നൽകിയത് തെറ്റായ വിവരങ്ങളെന്ന് ADMന്റെ കുടുംബം. വൈദ്യുതി ചാർജ് കൂട്ടിയ സർക്കാരിന്റെ ഇരുട്ടടിക്കെതിരെ വ്യാപക പ്രതിഷേധം. അഴിമതിയും കൊള്ളയുമെന്ന് പ്രതിപക്ഷം. ദീർഘകാല കരാർ റദ്ദാക്കി കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നത് അദാനി കമ്പനികൾക്ക് വേണ്ടിയെന്ന ആരോപണം. കമ്പനിയാക്കിയ ശേഷം സർക്കാരിന് ഇടപെടാനാകില്ലെന്ന് മന്ത്രി. ശബരിമലയിൽ നടൻ ദിലീപിന്റെ VIP ദർശനത്തെ വീണ്ടും വിമർശിച്ച് ഹൈക്കോടതി. ഹരിവരാസന സമയത്ത് മറ്റുള്ളവർക്ക് ദർശനം വേണ്ടേ എന്ന് ചോദ്യം. നിയന്ത്രിക്കേണ്ടത് ദേവസ്വം ബോർഡാണെന്ന് മുന്നറിയിപ്പ്. ആദ്യമായി ഒരു ഇന്ത്യൻ വൈദികൻ നേരിട്ട് കർദിനാളാകുന്ന ചരിത്ര ദിനം ഇന്ന്. മാർ ജോർജ് കൂവക്കാടിന്റെ സ്ഥാനാരോഹണം വത്തിക്കാനിൽ രാത്രി 9-ന്. ധന്യ നിമിഷത്തിന് സാക്ഷിയാകാൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും സംഘവും വത്തിക്കാനിൽ. 10 ദിവസത്തെ സന്ദർശനത്തിനായി പാത്രിയാർക്കീസ് ബാവ കേരളത്തിലെത്തി. മല്ലു ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിൽ K. ഗോപാലകൃഷ്ണൻ IAS സർക്കാരിന്റെ കരുതൽ. ഗുരുതര ആരോപണങ്ങൾ ഒഴിവാക്കി ചാർജ് മെമ്മോ. മൊബൈൽ ഹാക്ക് ചെയ്തതും മുസ്ലിം വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതും ഒഴിവാക്കി. ഉദ്യോഗസ്ഥർക്കിടയിൽ വിഭാഗീയതയ്ക്ക് ശ്രമിച്ചെന്ന് മാത്രം കുറ്റം. അഡ്ലൈഡ് ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് വഴങ്ങി ഇന്ത്യ. 5 വിക്കറ്റ് ശേഷിക്കെ 34 റൺസിന്റെ ലീഡ് ഓസ്ട്രേലിയയ്ക്ക്. ബുംറയ്ക്ക് 3 വിക്കറ്റ്.